ആക്ച്വലി ഞങ്ങളങ്ങനെ ഡെയിലി റുട്ടീൻ അങ്ങനെ നൈറ്റ് എന്താ പറയുന്നത് ഞങ്ങൾ നൈറ്റ് റുട്ടീനായിട്ടുള്ളതൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. ഫസ്റ്റ് ടൈമായിട്ട് എടുക്കുന്നത്. അവൾ വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ അത്ര ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ലായിരുന്നു മുന്നേ. അപ്പോൾ ഞങ്ങളൊക്കെ നടക്കുമായിരുന്നു. വൈഫ് വന്നതിന് ശേഷം വൈഫ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ആക്ച്വലി. അപ്പോൾ പുള്ളിക്കാരി വന്നതിന് ശേഷമാണ് നമ്മൾ CTM ആണെങ്കിലും CTM എന്താ പറയുക പേരെന്ന് CTM എന്ന് വെച്ചാൽ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരി വന്നതിന് ശേഷം. നമ്മൾ അന്ന് നമുക്കൊക്കെ ഒരുപാട് പിമ്പിൾസൊക്കെ വന്ന് നമ്മൾ ചുമ്മാ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഒരുപാട് പാടൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഡെയിലി നമ്മൾ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ ചെയ്യുന്നതിൻ്റെയാണ്. അപ്പം അത് വൈഫ് വന്നതിന് ശേഷമാണ് അതിലൊരു മാറ്റം ഉണ്ടായത്. ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നോർമലി നൈറ്റിൽ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ക്ലെൻസർ വെച്ച് വാഷ് ചെയ്യുന്നു, എന്നിട്ട് ടോണർ യൂസ് ചെയ്യും, പിന്നെ മോയ്സ്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ നേരെ ബെഡിലോട്ട് പോവുക ഉറങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യാം. അത് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. വാഷിന് ശേഷം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ. അപ്പോൾ നമ്മളൊരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം അവരെ നമുക്ക് പൈസ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക, നമ്മളൊരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ ഉള്ളതിൽ ഒരു ക്ലെൻസർ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. ഏത് ബ്രാൻഡുകളിലും ഏത് ക്ലെൻസറും എനിക്ക് യൂസ് ചെയ്യാം, ഏത് ബ്രാൻഡിൻ്റെ. അപ്പം ഇത് ഞാൻ മുമ്പ് മേടിച്ചൊരു ഫേസ് വാഷാണ്. ഒരു ഫേസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല. ഇതിനകത്തോടെ ഞാൻ ഇച്ചിരി ക്ലെൻസർ ഇതിനകത്തോട്ടാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇത് വെച്ച് സ്ക്രബ് ചെയ്യുന്നു ഫേസ്. അപ്പം നമ്മുടെ ഫേസിലോട്ട് കൂടുതലായിട്ട് ഒരു എന്താ പറയുന്ന ഒരു നല്ലൊരു ആക്ഷൻ, ഒരു മസിൽ ആക്ഷൻ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. കൈകൊണ്ട് ചെയ്തതിനേക്കാട്ടി ബെറ്റർ ആവുമെന്ന് ഫുള്ളായിട്ട് നമ്മളൊരു 8 ടൈംസ് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ടും 8 ടൈംസ് ലെഫ്റ്റ് സൈഡിലോട്ടും ചെയ്യുക. നമ്മുടെ ഫോർഹെഡ്, നെറ്റിയിലെല്ലാം ചെയ്യുക. കണ്ണതിലോട്ട് നോക്കി എല്ലാ ഭാഗത്തും നമ്മൾ സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് കവറപ്പ് ആയിട്ടുണ്ട്. നമ്മൾ വാഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വാഷ് ചെയ്തതിന് ഒരു ഫ്രഷ്നെസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യാം. ഓക്കെ, ഫ്രഷ് ഇനി നമുക്ക് മുഖം ഒന്ന് തുടച്ചതിന് ശേഷം ടോണർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് ഒബ്സോർബ് ആവുന്ന വരെ, നമ്മുടെ ഫേസിലോട്ടൊന്ന് ഇതാവുന്ന വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്ത് ചെയ്യണം, പണ്ടുതൊട്ടേ ഭംഗിയായി പോയി. എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നാച്ചുറൽ ബ്യൂട്ടിയാണ്. പിന്നെ പുള്ളിക്കാരുടെ ഓരോ നിർബന്ധം കൊണ്ട് ചെയ്യുന്നതാണിത്. നോട്ട് ദ പോയിന്റ് ഗൈസ്. ഓക്കെ, ഞാൻ ഫുൾ ക്ലീൻ ഷേവ് ആയിരുന്നു. ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി മീശ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെ വെക്കുന്നത്. നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. എടുക്കുക, നമ്മൾ മോയ്സ്ചർ ഫേസിൽ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഫേസിലോട്ട്.
കാരണം നമ്മൾ ക്ലെൻസറും ടോണും യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ലെങ്കിൽ സ്കിൻ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ അത് നിങ്ങൾ ഫേസിന് പെട്ടെന്ന് തന്നെ ഏജ് ആവാനുള്ളതുകൊണ്ട് നമ്മൾ ക്ലെൻസർ ടോണർ യൂസ് ചെയ്തോളം നല്ലൊരു നമുക്കൊരു ആൻറ്റി ഏജിങ് ആണ്. നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും, നമുക്കൊരു ഗ്ലോ കിട്ടും. നൈറ്റ് എപ്പോഴും നമ്മൾ ക്ലെൻസർ ടോണർ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നിലായിട്ട്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഹെയർ ഫ്ലോറോ എന്തായിരുന്നു പറയുന്നത്, മുടി കൊഴിച്ചിൽ, അതായിരിക്കും മുടി കൊഴിച്ചിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഇതിൻ്റെ പേരെന്ത് വെച്ചു, റോസ്മേരി റോസ്മേരി എന്ന് പറയുന്നൊരു സാധനം നമ്മൾ തലയിൽ കുറച്ചൊന്ന് ഇങ്ങനെ കൊടുക്കും. അറിയാം, നമ്മൾ കുറച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മളത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടാണ് ഞാൻ കിടക്കുന്നത്. ഫ്രണ്ടിലൂടെ ഓക്കെ. അപ്പം ഇത് ഞാൻ കുറച്ച് തലയൊന്നും ഇനി അത് ഉണങ്ങുന്ന വരെ ഉറങ്ങില്ല, ഉണങ്ങി കഴിഞ്ഞിട്ട് കിടക്കും. കാരണം അല്ലെങ്കിൽ ചെറിയ നനവുണ്ടല്ലോ, നനവ് കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇനി തലനീരെല്ലാം ഇറങ്ങി ചെവിയെല്ലാം വേദന ഉറങ്ങും. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ കിടക്കാൻ പോകും. അപ്പോൾ ഗൈസ്, അപ്പം നൈറ്റ് റൂട്ടീൻ കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.